ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. നമ്മൾ ഇന്ന് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇമ്പോർട്ടന്റ് ആക്ടിലെ ഒരു ഭാഗം തന്നെയാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമവും. ഉപഭോക്തൃ സംരക്ഷണ നിയമം 1987 അത് റദ്ദ് ചെയ്തുകൊണ്ടാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്നത്. കേൾക്കുന്നുണ്ടല്ലോ? സോറി, ഒരു ബ്രേക്ക് വന്നു. എന്താണ് ഉപഭോഗം? ആദ്യം നമുക്ക് എന്താണ് ഉപഭോഗം എന്ന് പറയാം. അതായത് മനുഷ്യന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി സാധനങ്ങളോ സേവനങ്ങളോ ഉപയോഗിക്കുന്നതിനെയാണ് ഉപഭോഗം എന്ന് പറയുന്നത്. അതായത് കൺസംഷൻ. മനസ്സിലായോ? ഇനി ആരാണ് ഉപഭോക്താവ്? ആരാണ് കൺസ്യൂമർ എന്ന് പറയാം. അതായത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി പണം കൊടുത്തോ പണം കൊടുക്കാമെന്ന ഉടമ്പടിയിലോ സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ഉപഭോക്താവ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1987 റദ്ദ് ചെയ്തുകൊണ്ടാണ് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ഇനി അതിനെ ആക്ട് 35 ഓഫ് 2019 എന്നും പേരുണ്ട്. മനസ്സിലായോ? ഇനി നോക്കാനുള്ളത് എന്നാണ് ലോകസഭ പാസാക്കിയത്. ലോക്സഭ എന്നാണ് പാസാക്കിയത്? 2019 ജൂലൈ 30. മനസ്സിലായോ? 2019 ജൂലൈ 30-നാണ് ലോകസഭ പാസാക്കിയത്. രാജ്യസഭയോ 2019 ഓഗസ്റ്റ് 6-ന്. ഇനി രാഷ്ട്രപതി എന്നാണ് ഒപ്പുവെച്ചത്? 2019 ഓഗസ്റ്റ് 9-ന്. ഇപ്പൊ എന്തായി? പാർലമെന്റ് പാസ്സാക്കി. നേരത്തെ പോക്സോ നിയമത്തിലും പറഞ്ഞു പാർലമെന്റ് പാസ്സാക്കിയത് എന്നാന്ന് ചോദിച്ചാല് ലോക്സഭയും രാജ്യസഭയും പ്രസിഡന്റും കൂടി ഒപ്പുവെച്ചതിന് ശേഷമേ പാർലമെന്റ് പാസ്സാക്കിയത് പറയുള്ളൂ. അപ്പൊ പാർലമെന്റ് എന്നാണ് പാസ്സാക്കിയത്? 2019 ഓഗസ്റ്റ് 9-ന്. മനസ്സിലായോ? ഇനി നിലവിൽ വന്നതോ 1 വർഷത്തിന് ശേഷം 2020 ജൂലൈ 20-നാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അഥവാ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്നത്. എന്നാലും അതിന്റെ പേരെന്താണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019. മറ്റൊരു പേരെന്താണ്? ആക്ട് 35 ഓഫ് 2019. മനസ്സിലായോ? ഇത്തരം കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 റദ്ദ് ചെയ്തുകൊണ്ട് വന്ന നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019. ക്ലിയർ ആയോ? അതിന് മറ്റൊരു പേരെന്താണ്? ആക്ട് 35 ഓഫ് 2019. പിന്നെ പറഞ്ഞത് എന്താ? ലോക്സഭ പാസാക്കിയ ഡേറ്റ് എന്നാ? 2019 ജൂലൈ 30. തൊട്ടടുത്ത മാസം ഓഗസ്റ്റ് 6-ന് രാജ്യസഭ പാസാക്കി. 3 ദിവസത്തിന് ശേഷം ഓഗസ്റ്റ് 9, 2019-ന് രാഷ്ട്രപതി ഒപ്പുവെച്ചു. അങ്ങനെ പാർലമെന്റ് പാസാക്കി. മനസ്സിലായോ? ഇനി നിലവിൽ വന്നത് എന്നാ? 2020 ജൂലൈ 20-ന്. മനസ്സിലായല്ലോ? പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ? എന്താണ് ഉപഭോഗം? എന്താണ് ഉപഭോഗം? മനുഷ്യന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി സാധനങ്ങളോ സേവനങ്ങളോ ഉപയോഗിക്കുന്നതിനെയാണ് ഉപഭോഗം എന്ന് പറയുന്നത്. എന്താണ് ഉപഭോഗം? മനുഷ്യന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി സാധനങ്ങളോ സേവനങ്ങളോ ഉപയോഗിക്കുന്നതിനെയാണ് ഉപഭോഗം എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞത് എന്താണ്? ആരാണ് ഉപഭോക്താവ്? ഉപഭോക്താവ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ആവശ്യത്തിന് വേണ്ടി പണം കൊടുത്തോ പണം കൊടുക്കാമെന്ന ഉടമ്പടിയിലോ സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തി. മനസ്സിലായോ? ഇത്രയും ക്ലിയർ ആണോ? ഇനി ഞാൻ ഈ PDF-ൽ ഉൾപ്പെടുത്താത്ത കുറച്ച് കാര്യങ്ങൾ പറയാം. ലോക ഉപഭോക്തൃ ദിനം എന്നാ? ആർക്കെങ്കിലും അറിയോ ലോക ഉപഭോക്തൃ ദിനം എന്നാണെന്ന്? മാർച്ച് 15.
മനസ്സിലായോ? മാർച്ച് 15 ലോക ഉപഭോക്തൃ ദിനം. ക്ലിയർ ആയില്ലേ? ഇനി ദേശീയ ഉപഭോക്തൃ ദിനം എന്നാണ്? അത് വേറൊരു ദിവസമാണ്, ഡിസംബർ 24. അതിന്റെ പിന്നിൽ ഒരു കാര്യമുണ്ട്. അതായത് ഐക്യരാഷ്ട്ര സംഘടന ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ചിട്ട് മാർഗരേഖകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പ്രമേയം അംഗീകരിച്ചത് 1985 ആ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. അതായത് 1986 ഡിസംബർ 24 ഈ ഐക്യരാഷ്ട്ര സംഘടന ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച് മാർഗരേഖകൾ ഉൾക്കൊള്ളിച്ച ഒരു പ്രമേയം പാസാക്കിയല്ലോ 1985. അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. എന്ന് 1986 ഡിസംബർ 24. ആ ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നത്. എന്നാൽ ദേശീയ ഉപഭോക്തൃ ദിനം നമ്മൾ പറഞ്ഞു ഡിസംബർ 24. അപ്പോൾ ലോക ഉപഭോക്തൃ ദിനം എന്താണ്? മാർച്ച് 15. ഇത്രയും ഭാഗം ക്ലിയർ ആയല്ലോ? ഇനിയിപ്പോ നമ്മൾ ഭേദഗതി പറഞ്ഞു. ഭേദഗതി എന്നാണ്? 2019 ലോക്സഭയും രാജ്യസഭയും രാഷ്ട്രപതിയും ഒക്കെ പറഞ്ഞു. അങ്ങനെ നിലവിൽ വന്നത് എന്നാണ്? 2020 ജൂലൈ 20. ഇനി ആ നിയമത്തിലേക്ക് വരാട്ടോ. അതില് 8 അധ്യായങ്ങളുണ്ട്, അതായത് 8 ചാപ്റ്റേഴ്സ് ഉണ്ട്, 107 വകുപ്പുകളുണ്ട്. വകുപ്പുകൾ എന്ന് പറഞ്ഞാല് സെക്ഷൻസ്. അതായത് 8 ചാപ്റ്ററും 107 സെക്ഷനും അടങ്ങിയതാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019. ഇത്രയും ക്ലിയർ ആയല്ലോ? അടുത്തതിലേക്ക് പോയാലോ? നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ആരാണ് ഉപഭോക്താവ്? പണമായോ, പണം നൽകാമെന്നോ, പകുതി പണം നൽകിയോ സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുന്നയാളാണ് ഉപഭോക്താവ്. കിട്ടിയല്ലോ? കിട്ടിയില്ലേ? ഇനി 2019 പ്രസിഡന്റ് ആരായിരുന്നു? നമ്മൾ പറയാൻ വിട്ടുപോയതാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചില സമയത്ത് പ്രസിഡന്റ് ആരാന്നും ചോദിക്കാം. 2019 ഭേദഗതി വന്നു, ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇതിൽ ഭേദഗതി വന്നില്ലേ 2019? ആ സമയത്ത് ഒപ്പുവെച്ച പ്രസിഡന്റ് ആരാണ്? രാംനാഥ് കോവിന്ദ്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഈ 2019 ഭേദഗതി പ്രകാരമാണ് ഉപഭോക്താക്കളുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ദേശീയ തലത്തിൽ ഒരു സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി രൂപീകരിക്കണമെന്ന വ്യവസ്ഥ ചെയ്തതും. കൊമേഴ്സ്, അതായത് ഇപ്പൊ നമ്മൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനത്തെ ഒക്കെ കൊമേഴ്സ് ആയിട്ടുള്ള ഓൺലൈൻ ആയിട്ട് വാങ്ങില്ലേ, അങ്ങനത്തെ ഒക്കെ ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നു എന്നും വ്യവസ്ഥ ചെയ്തത്. അതുകൂടി ഓർക്കണേ. ഇനി അടുത്തത് എന്താ അതിൽ പറയുന്നത്? ആരാണ് പരാതിക്കാരൻ? പരാതിക്കാരൻ ആരാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഓപ്ഷൻ തരാം. പരാതിക്കാരൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഇങ്ങനെ തന്നിട്ട് ഇതിലല്ലാത്തത് ഏത്, അല്ലെങ്കിൽ തെറ്റായ ആളേതാണ്, ശരിയായത് ഏതാണ്, അങ്ങനെയൊക്കെ ചോദിക്കില്ലേ? അപ്പൊ ആരാണ് പരാതിക്കാരൻ? ശരിക്കും നോക്കിക്കോ. ആരാണ് പരാതിക്കാരൻ? ഒന്നാമത്തേത് ഉപഭോക്താവ്. ഇപ്പൊ ഒരാൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അയാളല്ലേ ഉപഭോക്താവ്. അയാൾക്ക് പരാതിപ്പെടാം. ഇപ്പൊ ഒരു ഉപഭോക്തൃ അസോസിയേഷൻ ആണെങ്കിൽ അയാൾ പരാതിക്കാരനായിട്ട് പെടും. പിന്നെ കേന്ദ്ര ഗവൺമെന്റ് ആവാം, സംസ്ഥാന ഗവൺമെന്റ് ആകാം. ഇനി കേന്ദ്ര അതോറിറ്റി നമ്മൾ പറഞ്ഞു, ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി, ഈ അതോറിറ്റിക്കും പരാതിക്കാരനാവാം. ഇനി ഒന്നിലധികം ഉപഭോക്താക്കളാണ് ഉണ്ടെങ്കിൽ ആ ഒരു കൂട്ടത്തിനും അവരെയും പരാതിക്കാരനായി പരിഗണിക്കും. ഇനിയിപ്പോൾ ഉപഭോക്താവ് മരണപ്പെട്ടു, അപ്പൊ എന്ത് ചെയ്യും? പരാതിപ്പെടാന് ആ ഉപഭോക്താവിന്റെ നിയമപരമായിട്ടുള്ള അവകാശിയോ അല്ലെങ്കിൽ പ്രതിനിധിയോ പരാതിക്കാരനാണ്. ഇനി ഉപഭോക്താവിന് പ്രായപൂർത്തിയായില്ലെങ്കിൽ ഉപഭോക്താവിന്റെ മാതാപിതാക്കളോ രക്ഷിതാവോ പരാതിക്കാരനാവും. മനസ്സിലായോ? അപ്പൊ ആരൊക്കെയാണ് പരാതിക്കാരൻ? ഉപഭോക്താവ്, ഉപഭോക്തൃ അസോസിയേഷൻ, കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റുകൾ, കേന്ദ്ര അതോറിറ്റി അഥവാ CCPA, ഒന്നിലധികം ഉപഭോക്താക്കൾ ഉണ്ടെങ്കിൽ അവർ. ഇനി ഉപഭോക്താവ് മരണപ്പെട്ടാൽ നിയമപരമായ അവകാശി അല്ലെങ്കിൽ പ്രതിനിധി. പ്രായപൂർത്തിയായിട്ടില്ലാത്ത ഉപഭോക്താവാണെങ്കിൽ അവരുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ രക്ഷിതാവ്. മനസ്സിലായോ? ഇത്രയും പറഞ്ഞത് എന്താന്ന് ഒന്നുകൂടി നമുക്ക് ഓർത്തെടുത്താലോ?
ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 റദ്ദ് ചെയ്തുകൊണ്ട് വന്ന നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019. ആക്ട് 35 ഓഫ് 2019 എന്നും ഇതിന് പേരുണ്ട്. ഇനി ലോക്സഭ പാസാക്കിയത് എന്നാ 2019 ജൂലൈ 30. രാജ്യസഭയോ 2019 ഓഗസ്റ്റ് 6. രാഷ്ട്രപതിയോ 2019 ഓഗസ്റ്റ് 9. അങ്ങനെ നിയമം നിലവിൽ വന്നത് എന്നാണ് 2020 ജൂലൈ 20. എത്ര അധ്യായങ്ങളുണ്ട്? 8 അധ്യായങ്ങളും 107 വകുപ്പുകളും അടങ്ങിയിട്ടുള്ളതാണ് ഈ നിയമം. ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ദേശീയ തലത്തിൽ നിലവിൽ വന്നിട്ടുള്ള ഒരു അതോറിറ്റിയാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി. അതുപോലെ ഇ-കൊമേഴ്സ് ഒക്കെ ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നുണ്ടെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് 2019 ഭേദഗതിയിൽ. പിന്നെ ഉപഭോഗം എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു. ആരാണ് ഉപഭോക്താവ് എന്ന് പറഞ്ഞു. ആരാണ് ഉപഭോക്താവ്? സാധനവും സേവനവും വാങ്ങുന്നയാള്. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയാണ്. എങ്ങനെ? പണം നൽകി, അല്ലെങ്കിൽ നൽകാമെന്ന വാഗ്ദാനത്തിൽ, അല്ലെങ്കിൽ പകുതി പണം നൽകി, അങ്ങനെയുള്ള ആളുകളെയാണ് ഉപഭോക്താവ് എന്ന് പറയുന്നത്. ഇനി ഉപഭോക്താവ് അല്ലാത്ത ആരൊക്കെയായിരിക്കും? ഇപ്പൊ ഒരു ഉൽപ്പന്നം വാങ്ങി പുനർവിൽപ്പന നടത്താൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ ആളെ ഉപഭോക്താവായി പരിഗണിക്കില്ല. ഇപ്പൊ വാണിജ്യ ആവശ്യത്തിന് വാങ്ങിയതാണെങ്കിലും ഉപഭോക്താവാവില്ല. സൗജന്യമായിട്ട് ലഭിച്ചതാണെങ്കിലും ഉപഭോക്താവാവില്ല. ഇപ്പൊ ഇങ്ങനെ ചോദിക്കാം, ഉപഭോക്താവ് അല്ലാത്തത് ആരെല്ലാം? സാധനങ്ങളോ സേവനങ്ങളോ പുനർവിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടോ വാണിജ്യ ആവശ്യത്തിന് വേണ്ടിയിട്ടോ വാങ്ങിയ ആള് ഉപഭോക്താവാവില്ല. അതുപോലെ തന്നെ സൗജന്യമായി കൈപ്പറ്റിയ ആളാണെങ്കിലും ഉപഭോക്താവാവില്ല. മനസ്സിലായോ? അടുത്തത് ഉപഭോക്താവിന്റെ അവകാശങ്ങൾ. ഒന്ന് ഓടിച്ചു നോക്കിയാ 6 അവകാശങ്ങളുണ്ട്. ഞാൻ ആദ്യം എല്ലാം ഒന്ന് പറയാം, എന്നിട്ട് ഓരോന്നായിട്ട് പറയാം. എന്തൊക്കെയാ ഒന്ന് നോക്കിയേ. ഒന്നാമത്തെ എന്താ? ഒന്നാമത്തെ അവകാശം എന്താ? റൈറ്റ് ടു സേഫ്റ്റി. ഇംഗ്ലീഷ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. റൈറ്റ് ടു സേഫ്റ്റി എന്നാ. അതായത് ജീവനും സ്വത്തിനും ഉള്ള അവകാശം. അതായത് എന്താ ജീവനും സ്വത്തിനുള്ള അവകാശം? എന്താ? ജീവനും സ്വത്തിനും അപകടകരമായ ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിപണനത്തിൽ നിന്നുള്ള സംരക്ഷണത്തിനുള്ള അവകാശം. മനസ്സിലായോ? ഒരു ഉൽപ്പന്നം നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ജീവൻ ആപത്താണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു സുരക്ഷിതത്വം വേണ്ടേ? അതിനാണ് ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ ഈ റൈറ്റ് ടു സേഫ്റ്റി അഥവാ ജീവനും സ്വത്തിനും ഉള്ള അവകാശം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഈ രണ്ടാമത്തെ എന്താ? റൈറ്റ് ടു ബി ഇൻഫോംഡ്. ഗുണമേന്മക്കുള്ള അവകാശം. അതായത് ഇപ്പൊ ഒരു പ്രൊഡക്റ്റിന്റെ ഗുണനിലവാരത്തെ കുറിച്ച് അറിയണം. അതായത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണനിലവാരം, അളവ്, പരിശുദ്ധി, വില തുടങ്ങിയവ അറിയാനുള്ള അവകാശം. അതാണ് റൈറ്റ് ടു ബി ഇൻഫോംഡ്. ഗുണമേന്മയ്ക്കുള്ള അവകാശം, അതായത് ഗുണനിലവാരം, അതിന്റെ പരിശുദ്ധി, അളവ് എല്ലാം അറിയാനുള്ള അവകാശമാണ് റൈറ്റ് ടു ബി ഇൻഫോംഡ്. അടുത്തത് എന്താണ്? തിരഞ്ഞെടുക്കാനുള്ള അവകാശം. തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം. റൈറ്റ് ടു ചൂസ്. വൈവിധ്യമാർന്ന ചരക്കുകളിൽ നിന്നും സേവനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കാനുള്ള അവകാശം. അതിനെയാണ് റൈറ്റ് ടു ചൂസ് അഥവാ തിരഞ്ഞെടുക്കാനുള്ള അവകാശം. നമുക്കറിയാം മാർക്കറ്റിൽ ഒരുപാട് സോപ്പുകൾ ഉണ്ടാവും. ഉദാഹരണമായിട്ടാ പറയണേ. ഒരുപാട് സോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വേണ്ടത് നമ്മൾ തിരഞ്ഞെടുക്കുമല്ലോ. ഒരു സിമ്പിൾ ആയിട്ട് ഉദാഹരണമായിട്ടാ പറഞ്ഞേ. അതാണ് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം. മനസ്സിലായോ? ഈ നാലാമത്തെ അവകാശം എന്താണ്? റൈറ്റ് ടു ബി ഹേർഡ്. അതായത് ന്യായമായ വിലയ്ക്ക് ഉള്ള അവകാശം. ഉപഭോക്താവിന്റെ താല്പര്യങ്ങൾ കേൾക്കുന്നതിനും പരാതികൾ കേൾക്കുന്നതിനും അർഹമായ പരിഗണന നൽകുന്നതിനും ഉള്ള അവകാശം. അതാണ് റൈറ്റ് ടു ബി ഹേർഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ?
ഇടയ്ക്ക് കട്ടാവുന്നുണ്ട് സൗണ്ട്. അതാണ് ട്ടോ. ഇനി ഉപഭോക്താവിന്റെ അവകാശം നമ്മൾ എന്താ റൈറ്റ് ടു ബി ഹേർഡ്, അതായത് ഉപഭോക്താവിന്റെ കാര്യങ്ങളൊക്കെ കേൾക്കാനൊക്കെയുള്ള അവകാശം. മലയാളത്തിൽ ഇപ്പൊ ന്യായമായ വിലക്കുള്ള അവകാശം, അതായത് ഇപ്പൊ ഉപഭോക്താവിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവുമല്ലോ, ഇതെല്ലാം കേൾക്കാനൊക്കെയുള്ള അവകാശം. ഇനി അഞ്ചാമത്തേത് എന്താണ്? തർക്ക പരിഹാരത്തിനുള്ള അവകാശം. എന്തിനാണ്? തർക്ക പരിഹാരത്തിനുള്ള അവകാശം. എന്തെങ്കിലും സംബന്ധിച്ച്, എന്തെങ്കിലും ഒരു ഉൽപ്പന്നത്തെ സംബന്ധിച്ച് തർക്കങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് പരിഹാരം തേടാനുള്ള അവകാശത്തെയാണ് തർക്ക പരിഹാരത്തിനുള്ള അവകാശം എന്നാണ് പറയുന്നത്. ഇനി ആറാമത്തേത് ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. ഉപഭോക്തൃ അവബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പൊ ഒരു ഉൽപ്പന്നത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പരാതിപ്പെടാൻ വേണ്ടിയിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ സെൽസും അതുപോലെ ഉപഭോക്തൃ കോടതികളും ഇതിനെക്കുറിച്ചും ഈ നിയമത്തെക്കുറിച്ചൊക്കെ അറിയാനുള്ള അവകാശം ഒരു ഉപഭോക്താവിനുണ്ട്. അങ്ങനെ പരാതിപ്പെടാൻ പറ്റും. അതാണ് ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. തന്റെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാൻ ഒരു ഉപഭോക്താവിനെ ബോധ്യപ്പെടുത്തുക, അല്ലെങ്കിൽ ഉപഭോക്താവിനുള്ള ഒരു അവകാശത്തെയാണ് ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കൂ. ഞാൻ ചെറിയൊരു പ്രശ്നം വന്നു നെറ്റ്വർക്കിന്റെ, അതാണ് സൗണ്ട് പിന്നെ മ്യൂട്ടായത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലും ഉപഭോക്താവിന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? ജീവനും സ്വത്തിനുമുള്ള അവകാശം, ഗുണമേന്മയ്ക്കുള്ള അവകാശം. ഗുണമേന്മ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഉൽപ്പന്നം ഉണ്ടെങ്കിൽ ആ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം, അളവും പരിശുദ്ധിയും ഒക്കെ അറിയാനുള്ള അവകാശം. പിന്നെ തിരഞ്ഞെടുക്കാനുള്ള, അതായത് നമുക്കിപ്പോ വൈവിധ്യമായിട്ടുള്ള ഒരു ചരക്കുണ്ട്, അതിന് നമുക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം. പിന്നീട് റൈറ്റ് ടു ബി ഹേർഡ്, അതായത് ഉപഭോക്താവിന്റെ താല്പര്യങ്ങൾ കേൾക്കുന്നതിനും പരാതികൾ കേൾക്കുന്നതിനും ന്യായമായ വിലക്ക് അതിനുള്ളതിനാണ് ന്യായമായ വിലക്കുള്ള അവകാശം എന്ന് പറയുന്നത്. അത് ചെറിയൊരു തിരുത്തുണ്ട്, നോക്കിയിട്ട് പറയാം. റൈറ്റ് ടു ബി ഹേർഡ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ അതങ്ങനെ കണ്ടത്. പ്രൊട്ടക്ഷൻ ആക്ടില് നമ്മൾ ഒറിജിനൽ PDF ഉണ്ടല്ലോ, അതിൽ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം ട്ടോ. പിന്നെ ഉള്ളത് റൈറ്റ് ടു സീക്ക് റിഡ്രസൽ, അതായത് ഇപ്പോ തർക്ക പരിഹാരത്തിനുള്ള അവകാശം. അതായത് അന്യായമായ വ്യാപാര സമ്പ്രദായം, ചൂഷണം എന്നിവയ്ക്കെതിരെ പരിഹാരം തേടാനുള്ള അവകാശത്തെയാണ് റൈറ്റ് ടു സീക്ക് റിഡ്രസൽ അഥവാ തർക്ക പരിഹാരത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ, അതായത് ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. ഉപഭോക്തൃ സംരക്ഷണ നിയമം എത്ര തരത്തില് ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇനിയിപ്പോ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ഉപഭോക്തൃ സംരക്ഷണ നിയമം എത്ര തരം ഉപഭോക്തൃ അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? എത്ര തരാണ്? 6 തരം. എത്ര തരാണ്? 6 തരത്തില്. ഏതൊക്കെയാണ്? ജീവനും സ്വത്തിനുമുള്ള അവകാശം, അതായത് റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ബി ഇൻഫോംഡ്, അതായത് ഗുണനിലവാരം അറിയാനുള്ള അവകാശം, പിന്നെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം, കേൾക്കാനും, അതായത് ഉപഭോക്താവിന്റെ പരാതികൾ കേൾക്കാനും താല്പര്യങ്ങൾ കേൾക്കുന്നതിനും പരാതികൾ കേൾക്കുന്നതിനും അർഹമായ പരിഗണന നൽകുന്നതിനുമുള്ള അവകാശം. അടുത്തത് എന്താണ്? റൈറ്റ് ടു സീക്ക് റിഡ്രസൽ, അതായത് അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾ, ചൂഷണം എന്നിവയ്ക്കെതിരെ പരിഹാരം തേടാനുള്ള അവകാശം. ആറാമത്തത് റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. അങ്ങനെ 6 അവകാശങ്ങളാണ് ഒരു ഉപഭോക്താവിനുള്ളത്. ഇനി ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിലവിൽ 3 സമിതികളുണ്ട്. ആ 3 സമിതികളെ കുറിച്ചും പഠിക്കാം. ആദ്യത്തേത് കേന്ദ്ര ഉപഭോക്തൃ സമിതി. ആദ്യത്തേതാണ് കേന്ദ്ര ഉപഭോക്തൃ സമിതി. കേന്ദ്ര ഉപഭോക്തൃ സമിതിയില് അതായത് അത് രൂപീകരിക്കുന്നത് കേന്ദ്ര തലത്തിൽ, അതായത് കേന്ദ്ര ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് ഒരു വിജ്ഞാപനത്തിലൂടെയാണ് കേന്ദ്ര ഉപഭോക്തൃ സമിതി രൂപീകരിക്കുന്നത്, അതായത് സെൻട്രൽ കൺസ്യൂമർ കൗൺസിൽ. അതിനെക്കുറിച്ച് കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതായത് അതൊരു ഉപദേശക സമിതിയാണ്. ചെയർപേഴ്സൺ എന്ന് പറയുന്നത് കേന്ദ്ര ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി. ഇപ്പത്തെ കൺസ്യൂമർ മിനിസ്റ്റർ, സെൻട്രൽ കൺസ്യൂമർ മിനിസ്റ്റർ ആരാണ്?
പ്രഹ്ലാദ് ജോഷിയാണ് കൺസ്യൂമർ മിനിസ്റ്റർ. അദ്ദേഹമാണ് സെൻട്രൽ കൗൺസിലിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. കാലാവധി 3 വർഷം. വർഷത്തിൽ ഒരു യോഗമെങ്കിലും കൂടിയിരിക്കണം. കേന്ദ്ര സമിതി വർഷത്തിൽ ഒരു യോഗമെങ്കിലും കൂടിയിരിക്കണം. അംഗങ്ങൾ 36 പേരിൽ കൂടാൻ പാടില്ല. അടുത്തത് സംസ്ഥാന സമിതി. സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതി. ഇതും ഒരു ഉപദേശക സമിതിയാണ്. ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സംസ്ഥാന ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രിയാണ്. GR അനിലാണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അംഗങ്ങൾ 10ൽ കൂടാൻ പാടില്ല. നാമനിർദ്ദേശം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. വർഷത്തിൽ 2 യോഗമെങ്കിലും കൂടിയിരിക്കണം. മനസ്സിലായോ? കേന്ദ്ര സമിതിയും പറഞ്ഞു, സംസ്ഥാന സമിതിയും പറഞ്ഞു, അതിന്റെ കാലാവധി പറഞ്ഞു, പിന്നെ ചെയർപേഴ്സണ് പറഞ്ഞു. കേന്ദ്ര സമിതി ആവുമ്പോൾ കേന്ദ്ര ഉപഭോക്തൃ മന്ത്രിയായിരിക്കും. ആരാണ്? പ്രഹ്ലാദ് ജോഷി നിലവിൽ കേട്ടോ. കേരളത്തിലാണെങ്കിലോ സംസ്ഥാന ഉപഭോക്തൃ മന്ത്രിയായിരിക്കും ചെയർപേഴ്സൺ. സംസ്ഥാന സമിതിയുടെ GR അനിലാണ് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ജില്ലാ ഉപഭോക്തൃ സമിതി ഉണ്ട്. സംസ്ഥാന സർക്കാർ നിയമിക്കുന്നതാണ് ജില്ലാ സമിതിയെ. ചെയർപേഴ്സൺ ഡിസ്ട്രിക്ട് കളക്ടർ ആയിരിക്കും. അതാത് ജില്ലകളിലെ ജില്ലാ കളക്ടർമാരായിരിക്കും അതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. വർഷത്തിൽ 2 യോഗമെങ്കിലും കൂടിയിരിക്കണം. മനസ്സിലായില്ലേ? ഇനി നമ്മൾ പറഞ്ഞു 2019 ഭേദഗതി ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നില്ലേ? അതില് ദേശീയ തലത്തിൽ ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി നിലവിൽ വന്നിട്ടുണ്ട്. ഇനി അതിനെ കുറിച്ചാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി അഥവാ CCPA. നമ്മൾ എത്ര അധ്യായങ്ങൾ ഉണ്ട് എന്നാ പറഞ്ഞത്? ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 8 അധ്യായങ്ങൾ. അതിലെ 3ാമത്തെ അധ്യായത്തിലാണ് CCPA കുറിച്ച് പറയുന്നത്. CCPയുടെ രൂപീകരണത്തെ കുറിച്ച് പറയുന്ന വകുപ്പാണ് വകുപ്പ് 10. മനസ്സിലായോ? ഈ CCPയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ഒന്നുകൂടെ പറയാം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 റദ്ദ് ചെയ്തുകൊണ്ട് നിലവിൽ വന്നതാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019. അതിനെ ആക്ട് 35 of 2019 എന്നും പറയും. ആരാണ് ഉപഭോക്താവ് എന്ന് പറയുന്നത്? സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുന്നയാൾ. ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ അങ്ങനെയാണ്. എങ്ങനെ? പണം നൽകിയോ, നൽകാമെന്ന വാഗ്ദാനത്തിലോ അല്ലെങ്കിൽ പകുതി നൽകിയോ സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുന്നയാളാണ് ഉപഭോക്താവ്. എന്താണ് ഉപഭോഗം? ഉപഭോഗം പറഞ്ഞാൽ എന്താണ്? കൺസംഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി സാധനങ്ങളോ സേവനങ്ങളോ ഉപയോഗിക്കുന്നതിനെയാണ് ഉപഭോഗം എന്ന് പറയുന്നത്. ഇനി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ഭേദഗതി പാസ്സാക്കിയതൊക്കെ ഒന്ന് പറയാം. ലോക്സഭ എന്നാ പാസ്സാക്കിയത്? 2019 ജൂലൈ 30. രാജ്യസഭയോ 2019 ഓഗസ്റ്റ് 6. 3 ദിവസത്തിന് ശേഷം, അതായത് രാഷ്ട്രപതി ഒപ്പുവെച്ചാലേ പാർലമെന്റ് പാസ്സാക്കുള്ളൂ. അതായത് 2019 ഓഗസ്റ്റ് 9 രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത്. അങ്ങനെ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2020 ജൂലൈ 20. അപ്പൊ നിയമം നിലവിൽ വന്നത് എന്നാണ് ചോദിക്കുന്നതും പാസ്സാക്കുന്നതും രണ്ടും 2 ഡേറ്റ് ആണ്. കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഇനി എത്ര അധ്യായങ്ങളുണ്ട്? 8 അധ്യായങ്ങളുണ്ട്. എത്ര വകുപ്പുകൾ? 107 വകുപ്പുകളുണ്ട്. ഇനി ആരൊക്കെയാണ് പരാതിക്കാരനിൽ പെടുക? ഒന്നാമത്തത് ഉപഭോക്താവ്, ഉപഭോക്തൃ അസോസിയേഷൻ, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ, കേന്ദ്ര അതോറിറ്റി അഥവാ CCPA, ഒന്നിലധികം ഉപഭോക്താക്കൾ. ഇനിയിപ്പോ ഉപഭോക്താവ് മരണപ്പെട്ടാൽ നിയമപരമായ അവകാശി അല്ലെങ്കിൽ പ്രതിനിധി. ഇനി ഉപഭോക്താവ് പ്രായപൂർത്തിയായിട്ടില്ല എങ്കിൽ മാതാപിതാക്കളോ രക്ഷിതാവോ പരാതിക്കാരനായി കണക്കാക്കും. അടുത്തത് എന്താ പറഞ്ഞത്?
ഉപഭോക്താവിന്റെ അവകാശങ്ങൾ. അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരൊക്കെയാണ് ഉപഭോക്താവ് അല്ലാത്തത്. ഒരു സാധനമോ സേവനമോ ഒക്കെ പുനർവിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വാണിജ്യ ആവശ്യത്തിന് വേണ്ടിയിട്ടോ വാങ്ങിയിട്ടുള്ള ആളാണെങ്കിൽ അയാൾ ഉപഭോക്താവായി പരിഗണിക്കില്ല. പിന്നെ സൗജന്യമായിട്ട് കൈപ്പറ്റിയവനാണെങ്കിലും ഉപഭോക്താവില്ല. ഉപഭോക്താവ് അല്ലാത്തതുകൊണ്ടല്ല, അത് പരിഗണിക്കില്ല ഈ നിയമപ്രകാരം. ഈ ഉപഭോക്താവിന്റെ അവകാശങ്ങൾ എന്തൊക്കെയാ? റൈറ്റ് ടു സേഫ്റ്റി, അതായത് ജീവനും സ്വത്തിനുമുള്ള അവകാശം. റൈറ്റ് ടു ബി ഇൻഫോംഡ്, ഗുണനിലവാരം അറിയാനുള്ള അവകാശം, അതായത് പരിശുദ്ധി, അളവ്, തോത് അതിനെക്കുറിച്ചെല്ലാം അറിയാനുള്ള അവകാശമാണ് റൈറ്റ് ടു ബി ഇൻഫോംഡ്. മൂന്നാമത്തെ അവകാശം എന്താണ്? തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം. ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ചരക്കുകളിൽ നിന്ന് നമുക്ക് വൈവിധ്യമാർന്ന ചരക്കുകളിൽ നിന്ന് നമുക്ക് ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശമാണ് റൈറ്റ് ടു ചൂസ് എന്ന് പറയുന്നത്. റൈറ്റ് ടു ബി ഹേർഡ്, അതായത് ഉപഭോക്താവിന്റെ പരാതികൾ കേൾക്കാനും ഒക്കെയുള്ള അവകാശമാണ് റൈറ്റ് ടു ബി ഹേർഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് അഞ്ചാമത്തെ അവകാശം എന്താണ്? റൈറ്റ് ടു സീക്ക് റിഡ്രസൽ, അതായത് ഉപഭോക്താവിന് പരിഹാരം തേടാനുള്ള അവകാശം, തർക്ക പരിഹാരത്തിനുള്ള അവകാശം. ആറാമത്തേത് എന്താണ്? ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. മനസ്സിലായോ? റൈറ്റ് ടു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. പിന്നീട് പറഞ്ഞത് എന്താണ്? ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് 3 സമിതികളുണ്ട്. അതായത് ഒന്നാമത്തേത് എന്താണ്? ഉപഭോക്തൃ സംരക്ഷണ സമിതി, കേന്ദ്ര സമിതി. കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദ്യോഗിക വിജ്ഞാപനത്തിലൂടെ രൂപീകരിച്ചിട്ടുള്ള സമിതിയാണ് കേന്ദ്ര ഉപഭോക്തൃ സമിതി എന്ന് പറയുന്നത്. അതൊരു ഉപദേശക സമിതിയാണ്. അതിന്റെ ചെയർപേഴ്സൺ ആരാണ്? കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രി. നിലവിൽ ആരാണ് കൺസ്യൂമർ മിനിസ്റ്റർ? പ്രഹ്ലാദ് ജോഷി. ഇനി കേന്ദ്ര സമിതിയുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം. വർഷത്തിൽ ഒരു യോഗമെങ്കിലും കൂടിയിരിക്കണം. ഇനി അംഗങ്ങളുടെ എണ്ണോ 36 പേരിൽ കൂടാൻ പാടില്ല. അടുത്തത് പറഞ്ഞത് എന്താണ്? സംസ്ഥാന സമിതി. സംസ്ഥാന സമിതിയും ഒരു ഉപദേശക സമിതിയാണ്. അതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സംസ്ഥാന ഉപഭോക്തൃകാര്യ മന്ത്രിയാണ്. കേരളത്തിന്റെ ഉപഭോക്തൃ മന്ത്രി ആരാണ്? GR അനിൽ. അംഗങ്ങൾ 10-ൽ കൂടാൻ പാടില്ല. സംസ്ഥാന സമിതിയിലെ അംഗങ്ങളെയൊക്കെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്, കേന്ദ്ര സർക്കാരാണ്. ഇനി വർഷത്തിൽ 2 യോഗമെങ്കിലും കൂടിയിരിക്കണം. വർഷത്തിൽ എത്ര യോഗം കൂടണം? 2 യോഗമെങ്കിലും കൂടിയിരിക്കണം. മൂന്നാമത്തെ ജില്ലാ സമിതി. സംസ്ഥാന സർക്കാരാണ് ജില്ലാ സമിതിയെ നിയമിക്കുന്നത്. അതത് ജില്ലകളിലെ ജില്ലാ കളക്ടർമാരാണ് അതിന്റെ തലവൻ അഥവാ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. വർഷത്തിൽ 2 യോഗമെങ്കിലും കൂടിയിരിക്കണം. അടുത്തത് നമ്മൾ പറഞ്ഞു, ദേശീയ തലത്തിൽ ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപടിയെടുക്കാനൊക്കെ വേണ്ടിയിട്ട് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി 2019 ഭേദഗതി പ്രകാരം നിലവിൽ വന്നിട്ടുണ്ട്. അതായത് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി, ചുരുക്കത്തിൽ പറഞ്ഞാൽ CCPA. ഈ നിയമത്തിൽ എത്ര അധ്യായങ്ങൾ ഉണ്ട് എന്നാ പറഞ്ഞേ? 8 അധ്യായങ്ങൾ. അതിൽ 3-ാമത്തെ അധ്യായത്തിലാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയെ കുറിച്ച് പറയുന്നത്. CCPA രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാ, അഥവാ വകുപ്പ് ഏതാന്ന് ചോദിച്ചാൽ ഏതാ പറയാ? വകുപ്പ് 10. ആസ്ഥാനം ന്യൂഡൽഹി. ഇതിനെ കുറിച്ചിട്ട് നമുക്ക് പിന്നെ മറ്റൊരു ക്ലാസ്സിൽ ബാക്കി എടുക്കാം. ഇപ്പൊ കുറച്ച് പ്രശ്നമുണ്ട് നെറ്റ്വർക്കിന്റെ, അതുകൊണ്ട് ക്ലാസ് ഇവിടെ എൻഡ് ചെയ്യാണ്. അടുത്ത പാർട്ടിൽ ബാക്കി എടുക്കാം.